സമരം ഇവർ നടത്തുന്നത്. ചേച്ചി, തളർന്നോ? ഞങ്ങൾ ഇതിലൊന്നും തളരില്ല. കാരണം 36ാമത്തെ ദിവസമാണ്. 18 വർഷമായി ഞങ്ങൾ അധ്വാനിക്കുന്ന ജനതയാണത്. ഞാനൊരു 24 വർഷം കൊണ്ട് വാടക വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ കടക്കാരെ കൊണ്ടിരിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് 36 ദിവസം കൊണ്ട് ഈ സമരപന്തലിലുണ്ട്. ഈ ഒരു ആക്സിഡന്റ്, ഒരു അപകടം പറ്റിയിട്ട് പോലും എനിക്ക് വേണമെങ്കിൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കാം. ഇത് എന്റെ അവകാശ സമരമാണ്. ഞാൻ ഇവിടെ മരിച്ചു വീണാലും ശരി, ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. 20-ാം തീയതി മുതൽ നിരാഹാര സത്യാഗ്രഹമാണ്. ഞാനും അതിലുണ്ടാവും 100%. പിന്നെ വേറൊന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അമർന്നിരിക്കുന്ന ഭരണകൂടത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്താണ് ഈ പിണറായി സർക്കാർ അടിച്ചു കഴിഞ്ഞു. ഇന്നലെ വാതുറക്കാത്ത ദൈവം വാതുറന്ന് പറഞ്ഞു ഞങ്ങളൊന്നും ഒന്നുമല്ലെന്ന്. സമരമുഖങ്ങളിലൂടെ വന്നൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കുക. ലജ്ജിച്ച് പൊതുജനം തല താഴ്ത്തും. കാരണം ഈ പാർട്ടിയുടെ കൊടി പിടിച്ച് നടന്നവർ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പേരിൽ ലജ്ജിച്ച് തല താഴ്ത്തും. ഇനി ഒരു ഭരണമോ ഇനിയൊരു ഈ പ്രസ്ഥാനമോ, ഈ പ്രസ്ഥാനത്തെ കൊന്നു കുഴിച്ചു മൂടി കഴിഞ്ഞു പിണറായി സർക്കാർ 100%. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല. ഞാനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ബുദ്ധി ഉറക്കാത്ത കാലം മുതൽ ചെങ്കൊടി പിടിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സ്ത്രീകളുടെ മേൽ ഈ അധിക്ഷേപം, ഈർക്കിലി പാറ്റുകളെന്നും കൃമികീടങ്ങളെന്നും പറഞ്ഞ് ഈ സ്ത്രീകളെ അപമാനിച്ചിട്ട് ഈ കൃമികീടങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് ഇന്ന് എന്തിന് ഇത്രയും ബറ്റാലിയൻ പോലീസിനെ ഇറക്കിയത് എന്തിനാ? അപ്പൊ ഈ സ്ത്രീകളെ ഭയന്നിട്ട് തന്നെയല്ലേ ചെയ്തത്? ഭയമുണ്ട്. പക്ഷെ അപമാനം കൊണ്ട് പുറത്ത് തോൽവി സമ്മതിച്ചു തരാൻ മനസ്സില്ലാത്തൊരു സർക്കാരാണ്. കാരണം ഒരു സമാധാനത്തിന്റെ പാതയിൽ വന്ന് സംസാരിക്കാൻ, സംഭവിച്ചു പോയതിനെ കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ മനസാക്ഷിയില്ലാത്ത ഈ മനുഷ്യവർഗത്തിന് മൊത്തം അപമാനമാണ് ഈ സർക്കാർ. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ തളരാതെ പോരാ. തടർന്ന് വീഴുകയല്ല, മരിച്ചു വീണാലും മാറില്ല. അതന്നെയാണ് അവർ കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെയോ സംഘടനകൾ, ഈർക്കിൽ സംഘടനകൾ ചേർന്ന് നടത്തുന്ന സമരമാണ് ഇവരുടേത് എന്നുള്ള ആക്ഷേപങ്ങളാണ് CPIM-ഉം അതുപോലെ തന്നെ സർക്കാരും ഇവരുടെ സമരം തുടങ്ങിയ അന്ന് മുതൽ തന്നെ നടത്തുന്നത്. സംസ്ഥാനത്തെ മൊത്തം ആശാവർക്കർമാരിൽ കേവലം കുറച്ചുപേർ മാത്രമാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് എന്നുള്ളതായിരുന്നു സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആശ ചേച്ചത് ഈ പാർട്ടിയിലെ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയിലെ തന്നെ അംഗമാണ് എന്നുള്ളതാണ്. അവർ കുറേ വർഷങ്ങളായിട്ട്